ഹായ് നമസ്കാരം, എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് എന്ന ഭാഗത്ത് നമുക്ക് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് 5 ഇയർ പ്ലാൻസ്, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ഇതിനെ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുക. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, പഞ്ചവത്സര പദ്ധതി ഈ പേരിനകത്ത് തന്നെ ഉണ്ട് എന്താണ് സംഗതി എന്ന്. അത്രേ ഉള്ളൂ. പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ 5 ഇയർ പ്ലാൻസ്, അതായത് 5 വർഷത്തേക്കുള്ള 5 വർഷത്തേക്കുള്ള പദ്ധതി. അതായത് നമ്മളിപ്പം സാധാരണഗതിയിൽ ഒരു പദ്ധതി തയ്യാറാക്കും. ഓക്കെ, അതായത് നമ്മളിപ്പോ 2024 നമ്മളിപ്പോ നിൽക്കുന്നത് അല്ലെ. ഇപ്പൊ 2027 നമ്മൾ പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുമ്പോൾ 2024 തൊട്ട് 24, 25, 26, 27, 28 ഇങ്ങനെ 5 വർഷത്തേക്കുള്ള പദ്ധതികൾ നമ്മൾ മുൻകൂട്ടി കണ്ട് എന്തൊക്കെ പുതിയ പുതിയ സ്കീമുകൾ കൊണ്ടുവരണം, ഏതെല്ലാം രംഗങ്ങളിൽ നമുക്ക് പുതിയ സ്കീംസ് കൊണ്ടുവരണം, കാർഷിക മേഖലയാണോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അതോ ഇൻഡസ്ട്രിയൽ മേഖലയാണോ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓരോ മേഖലകൾ തിരിച്ചിട്ട് ഓരോ മേഖലകൾക്ക് അടിസ്ഥാനമാക്കിയുള്ള വിവിധ പദ്ധതികൾ കൊണ്ടുവരുന്ന രീതിയാണ് ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 5 വർഷത്തേക്കുള്ളത് നമ്മൾ ഇപ്പോഴേ മുൻകൂട്ടി കണ്ട് തയ്യാറാക്കി പദ്ധതികൾ തയ്യാറാക്കുന്നു. അതാണ് പഞ്ചവത്സര പദ്ധതി. 5 വർഷത്തേക്കുള്ള പദ്ധതി പഞ്ചവത്സര പദ്ധതി. ഇറ്റ് ഇസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഡിസൈൻ ഫോർ 5 ഇയേഴ്സ്. അതായത് 5 വർഷത്തേക്ക് നമ്മൾ തയ്യാറാക്കുന്ന വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഡീറ്റെയിൽഡ് പ്ലാൻ ഡിസൈൻ ഫോർ 5 ഇയേഴ്സ്. ഇന്ത്യ അഡോപ്റ്റഡ് ദിസ് ഐഡിയ ഫ്രം USSR. നമ്മൾ എവിടെ നിന്നാണ് ഇത് അഡോപ്റ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്, ഫോർമർ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ USSR നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ദ ഫസ്റ്റ് കൺട്രി ഇംപ്ലിമെന്റഡ് 5 ഇയർ പ്ലാൻ ഇൻ ദ വേൾഡ് വാസ് USSR. ലോകത്ത് ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് USSR ആണ്. ഓക്കെ, ദ ഫസ്റ്റ് കൺട്രി ഇംപ്ലിമെന്റഡ് 5 ഇയർ പ്ലാൻ ഇൻ ദ വേൾഡ് വാസ് USSR. അതുപോലെ തന്നെ ദ ഫാദർ ഓഫ് 5 ഇയർ പ്ലാൻ ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു. അതായത് ഈ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയ USSR ഭരണാധികാരിയാണ് ജോസഫ് സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് 5 ഇയർ പ്ലാൻ, പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സ്റ്റാലിനാണ്. അറൌണ്ട് 20 countries were implemented 5 ഇയർ പ്ലാൻ. ഏകദേശം 20ഓളം രാജ്യങ്ങൾ ഈ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചുള്ള ഒരു ആമുഖം എന്ന് പറയുന്നത്. 5 വർഷത്തേക്കുള്ള പദ്ധതി. ഇന്ത്യ അഡോപ്റ്റഡ് ദിസ് ഐഡിയ ഫ്രം USSR ചോദിക്കും. ഓക്കെ, ഇന്ത്യ ഇവിടെ നിന്നാണ് ഈ ഐഡിയ കടം കൊണ്ടിരിക്കുന്നത്, അവിടെ ഇവിടെ നിന്നാണ് USSR. ദ ഫസ്റ്റ് കൺട്രി ഇംപ്ലിമെന്റഡ് 5 ഇയർ പ്ലാൻ ഇൻ ദ വേൾഡ് വാസ് USSR. ഫാദർ ഓഫ് 5 ഇയർ പ്ലാൻ എന്ന് പറയപ്പെടുന്നത് ജോസഫ് സ്റ്റാലിനാണ്. 20 കൺട്രികളോളം, ഏകദേശം 20ഓളം രാജ്യങ്ങൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇത് നമുക്ക് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കി അല്ലെ, അതിനെ കുറിച്ച് നമുക്ക് ഇനി വിശദമായിട്ട് നോക്കാം. 5 ഇയർ പ്ലാൻസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇന്ത്യയിൽ ഈ പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അതാണ് പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്, ഒരു അഡ്വൈസറി ബോഡിയുണ്ട്. ഓക്കെ, ആ പ്ലാനിംഗ് കമ്മീഷൻ ആണ് എന്ത് തയ്യാറാക്കുന്നത്, ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി പ്രിപ്പയർ ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. ആൻഡ് ദ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ സാങ്ഷൻസ് ദ ഫൈനൽ അപ്രൂവൽ ടു ദ 5 ഇയർ പ്ലാൻ. അതായത് പ്ലാനിംഗ് കമ്മീഷൻ ഈ പഞ്ചവത്സര പദ്ധതി പ്രിപ്പയർ ചെയ്യുന്നു. അതിനുശേഷം അത് NDC എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, ദേശീയ വികസന സമിതി എന്ന് പറയുന്നത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഓക്കെ, ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിലേക്ക് പ്ലാനിംഗ് കമ്മീഷൻ എന്ത് കൊടുക്കുന്നു, പഞ്ചവത്സര പദ്ധതിയുടെ കരട് കൊടുക്കുന്നു. ഓക്കെ, NDC ഇത് വെരിഫൈ ചെയ്യും. NDC വിൽ ചെക്ക് വെദർ ഇറ്റ് ഈസ് ഫീസിബിൾ ഓർ നോട്ട്. അതായത് ഈ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആരാണ് പരിശോധിക്കുന്നത്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ് പരിശോധിക്കുന്നത്. പരിശോധിച്ചതിന് ശേഷം നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ ഈ NDC എന്ത് ചെയ്യുന്നു, ഈ പദ്ധതിക്ക്, ഈ തയ്യാറാക്കിയ പഞ്ചവത്സര പദ്ധതിക്കുള്ള അപ്രൂവൽ കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം അത് പാർലമെന്റിൽ ചർച്ച ചെയ്യപ്പെടുക, ബജറ്റിനോട് ചേർക്കുക, അവതരിപ്പിക്കുന്നു, പിന്നീട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു.
ഇതാണ് പഞ്ചവത്സര പദ്ധതിയുടെ ഒരു റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. പ്ലാനിംഗ് കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതി പ്രിപ്പയർ ചെയ്യുന്നത്. അതിനുശേഷം അത് NDC-യിലേക്ക് അയക്കുന്നു, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലേക്ക് അയക്കുന്നു. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അത് പരിശോധിച്ച ശേഷം അതിന് അപ്രൂവൽ കൊടുക്കുന്നു. അതിനുശേഷം ഗവൺമെന്റ് അത് ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇത്രയാണ് ആ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഒരു ആമുഖം എന്ന രീതിയിൽ. ടോട്ടൽ 5-year പ്ലാൻ ഏകദേശം 12ഓളം പഞ്ചവത്സര പദ്ധതികൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനകത്ത് 11 കംപ്ലീറ്റ് ആയിരുന്നു, ഒരെണ്ണം ഇൻകംപ്ലീറ്റ് ആയിരുന്നു. അത് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, ഓർക്കുക, ഇന്ത്യയിൽ 12 പദ്ധതി നടപ്പിലാക്കി. 12 പദ്ധതിയിൽ 11 നമ്മൾ നടപ്പിലാക്കി. 12 കൊണ്ടുവന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 12 കൊണ്ടുവന്നതിൽ ഒരെണ്ണം നമ്മൾ 11 കംപ്ലീറ്റ് ചെയ്തു. ഒരു പ്ലാൻ നമുക്ക് ഇൻകംപ്ലീറ്റഡ് ആണ്. അത് 5ാമത്തെ 5-year പ്ലാൻ ആണ്. ഓർത്തു വെക്കുക, 5ാമത്തെ പഞ്ചവത്സര പദ്ധതി നമ്മൾ നടപ്പിലാക്കിയില്ല. ഓർത്തു വെച്ചോളാം. ക്ലിയർ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. നമുക്കിനി 1ാമത്തെ പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പഠിക്കാം, നോക്കാം. ഓക്കെ, 1ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എന്ന് പറയുന്നത് 1951-56 ഇയർ ഒന്ന് ഓർത്ത് വെച്ചോളുക. സിമ്പിൾ ആണ്, ഒന്നുമില്ല ഓർക്കുക. നമുക്ക് 1950 നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ രൂപം കൊള്ളുന്നത്. അതിനുശേഷം 1951 ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി തുടങ്ങുന്നു. 51, 52, 53, 54, 55, 56. ഓക്കെ, അങ്ങനെ 51 മുതൽ 1952 വരെ, 52 മുതൽ 53 വരെ, 53 മുതൽ 54 വരെ, 54 മുതൽ 55 വരെ, 55 മുതൽ 56 വരെ. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ പഞ്ചവത്സര പദ്ധതിയും ആരംഭിക്കുന്നത് ഏപ്രിൽ 1-നാണ്. അത് അവസാനിക്കുന്നത് മാർച്ച് 31-നാണ്. ഓക്കെ, ഏപ്രിൽ 1-ന് ആരംഭിച്ചിട്ട് മാർച്ച് 31-നാണ് എല്ലാ പഞ്ചവത്സര പദ്ധതിയും അവസാനിക്കുന്നത്. ഓക്കെ, ഈ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ ഇന്ത്യയിലാണ് സാമ്പത്തിക വർഷം എന്ന് പറയാം. എക്കണോമിക് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയും നമ്മളതിനെ. ഓക്കെ, ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് എന്ന് വരെയാണ്? ഏപ്രിൽ 1 തൊട്ട് മാർച്ച് 31 വരെ. അതുകൊണ്ട് തന്നെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് അതാത് വർഷത്തെ ഏപ്രിൽ മാസം മുതൽ പിറ്റേ വർഷം അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം ഈ മാർച്ച് 31-നായിരിക്കും അവസാനിക്കുന്നത്. അപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1-ന് ആരംഭിച്ചിട്ട് 1951 ഏപ്രിൽ 1-ന് ആരംഭിച്ചിട്ട് 1956 മാർച്ച് 31-ന് അവസാനിച്ചു. ഓക്കെ, അപ്പം അതും ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് ലോജിക്കലി ചിന്തിക്കാവുന്ന കാര്യമുള്ളൂ. 51 ഏപ്രിൽ 1-ന് ആരംഭിക്കുന്നു, മാർച്ച് 31-ന് അവസാനിക്കുന്നു. ഓക്കെ, അപ്പം ഇയറിന്റെ കാര്യത്തിലുള്ള കൺഫ്യൂഷൻ മാറിയല്ലോ. സിമ്പിൾ ആണല്ലോ. ഇത് നമുക്ക് ഓർത്ത് വെക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഒന്ന് പേപ്പറിലൊക്കെ ഒന്ന് എഴുതി വെച്ച് ഏത് പദ്ധതി എത്ര വർഷം മുതൽ എത്ര വർഷം വരെ ആ ഒരു ഡ്യൂറേഷൻ ഒന്ന് എഴുതി വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മെമ്മറിയിൽ നിന്ന് പോകത്തില്ല. ഓക്കെ, ഓർത്ത് വെച്ചോളുക. അടുത്തത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഹാരോഡ് ഡോമർ മോഡൽ. ഇതിന്റെ പേര് പറയുന്നു. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു പേരാണ് ഹാരോഡ് ഡോമർ മോഡൽ. അപ്പൊ ചോദിക്കും, ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഓപ്ഷൻ എ 1, 2, 3, 4 ഇങ്ങനെ വരും. അപ്പം 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഹാരോഡ് ഡോമർ മോഡൽ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്ലാൻ വാസ് ടു ഇൻക്രീസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. ഓക്കെ, എന്തായിരുന്നു ഈ പദ്ധതിയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്? എന്താണ്? ഇൻക്രീസ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, അതായത് കാർഷിക രംഗം അല്ലെങ്കിൽ കൃഷിയിൽ നിന്നുള്ള ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇതിനൊരു ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മളുടെ കാർഷിക മേഖല പൂർണ്ണമായിട്ടും തകർന്ന ഒരവസ്ഥയായിരുന്നു. കൃഷി പൂർണ്ണമായിട്ടും തകർന്ന ഒരവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നമ്മുടെ രാജ്യത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു പതിവ്. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട് സ്വയാശ്രയത്വം, സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി നമ്മൾ കാർഷിക മേഖല നമ്മളൊന്ന് മെച്ചപ്പെടുത്താൻ ആദ്യം തീരുമാനിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തത് കാർഷിക മേഖലക്കായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തതും ജീവിക്കുന്നതും, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മോർ ദാൻ 80% ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്ത് പോയിരുന്ന ഒരു മേഖല എന്ന് പറഞ്ഞ കാർഷിക മേഖലയായിരുന്നു.
അപ്പൊ കാർഷിക മേഖല തകർച്ചയിലെത്തിയപ്പം ആദ്യത്തെ പദ്ധതിയിൽ നമ്മൾ ഊന്നൽ കൊടുത്തത് കൃഷി നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്ലാൻ വാസ് ടു ഇൻക്രീസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ പ്ലാൻ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്ക് പറയുന്ന മറ്റൊരു പേരാണ് അഗ്രികൾച്ചറൽ പ്ലാൻ. ഓക്കെ, കാർഷിക പദ്ധതി എന്നും കൂടി അറിയപ്പെടുന്നു. ഏത്? ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത നമുക്ക് നോക്കാം ബക്രാനങ്കൽ ഹിരാക്കുഡ്. ഓക്കെ, കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഇറിഗേഷൻ ജലസേചനത്തിന് വേണ്ടിയിട്ട് രണ്ട് ഡാമുകൾ, രണ്ട് അണക്കെട്ടുകൾ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടു. അത് ഏതൊക്കെയാണ്? ബക്രാനങ്കൽ, ഹിരാക്കുഡ്. അപ്പൊ ചോദിക്കും, ബക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നീ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓർത്തു വെച്ചോളുക. ഓക്കെ, അപ്പം ബക്രാനങ്കൽ, ഹിരാക്കുഡ് എന്നീ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ 5 IIT-കൾ കൃഷി മാത്രമല്ലായിരുന്നു, വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ മുന്നിലേക്ക് വന്നു. അത് 5 IIT-കൾ, ഇന്ത്യയില് 5 IIT-കൾ സ്ഥാപിക്കപ്പെട്ടതും ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓർത്തു വെച്ചോളാം. മെയിൻ പോയിന്റ്സ് ആണ് ഞാൻ ആ ബോൾഡ് കൊടുത്തിരിക്കുന്നത്. ഹാനൂട്ട് ഡാമർ മോഡൽ അഗ്രികൾച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തു, അതുകൊണ്ട് അഗ്രികൾച്ചർ പ്ലാൻ എന്നറിയപ്പെടുന്നു. 2 ഡാമുകൾ ബക്രാനങ്കൽ, ഹിരാക്കുഡ്, 5 IIT-കൾ സ്ഥാപിക്കപ്പെട്ടു. ഓർത്തു വെച്ചോളുക. ക്ലിയർ ആണല്ലോ? അപ്പം ആ ബോൾഡ് കൊടുത്തിരിക്കുന്നത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് വന്നിട്ടുള്ള ഭാഗങ്ങളാണ്, അതുകൊണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ചോദ്യത്തിനകത്തൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു 5 IIT-കൾ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അതിനകത്ത് ആദ്യത്തെ IIT എന്ന് പറയുന്നത് IIT ഖരഗ്പൂർ ആണ്. IIT ഖരഗ്പൂർ ആണ് ആദ്യത്തെ IIT. അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്ഥാപിക്കപ്പെട്ടത്. ഓക്കെ, അതുപോലെ തന്നെ UGC നമുക്കറിയാം, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. നമ്മുടെ രാജ്യത്തുള്ള യൂണിവേഴ്സിറ്റികളെ കൺട്രോൾ ചെയ്യുന്നതിനും UGC, അതായത് യൂണിവേഴ്സിറ്റികളെ പൂർണ്ണമായിട്ടും അതിന്റെ നിയന്ത്രണങ്ങളും അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് UGC എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ന്യൂഡൽഹിയിലാണ് ആസ്ഥാനം. അത് സ്ഥാപിക്കപ്പെട്ടത് 1953 ഡിസംബർ 28. 1953 ഡിസംബർ 28-നാണ് സ്ഥാപിക്കപ്പെട്ടത്. 53. നമുക്ക് എപ്പോഴും നമ്മളൊരു എന്തെങ്കിലും ഒരു പദ്ധതിയെ കുറിച്ച് പഠിക്കുമ്പോൾ 1951, 1956 ആണല്ലോ ഒന്നാം പദ്ധതി. അപ്പൊ 53 ഇതിന്റെ മിഡിൽ വരുന്നതുകൊണ്ട് നമുക്ക് പറയാം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന്. അപ്പൊ ചില പദ്ധതിയൊക്കെ നമ്മുടെ ചോദിക്കും, ഇത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇയർ വെച്ചിട്ട് നമുക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഏത് പദ്ധതിയാണെന്ന്. അപ്പൊ നമ്മൾ ആ രീതിയിൽ ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഇയറും കാലഘട്ടവും എത്രാം പദ്ധതിയാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചോളുക, ഒന്ന് എഴുതി പഠിച്ചോളുക. ഓക്കെ, അപ്പൊ 1953 ഡിസംബർ 28 സ്ഥാപിക്കപ്പെട്ട UGC എന്ന് പറയുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ മറ്റൊരു പദ്ധതിയാണ് CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതായത് റൂറൽ ഏരിയയിലെ ഒരു കമ്മ്യൂണിറ്റി എടുത്തിട്ട് ആ കമ്മ്യൂണിറ്റിയുടെ ഓരോ സെക്ടറും, അഗ്രികൾച്ചർ എങ്കിൽ അഗ്രികൾച്ചറൽ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പൊ ഡ്രിങ്കിങ് വാട്ടറിന്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ, ഹെൽത്ത് കെയർ വേണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് കെയർ, അങ്ങനെ ഒരു റൂറൽ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് അവരുടെ ഓരോ ഭാഗങ്ങൾ, അവർക്ക് എന്തൊക്കെ മേഖലയിലാണ് അവർക്ക് വികസനം ആവശ്യമാണ് എന്നതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഓരോ മേഖലയ്ക്കും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിയായ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തതും ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓർത്തോളുക. അതുപോലെ തന്നെ ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം ആരംഭിച്ചു. അത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി ഓർത്ത് വെക്കേണ്ട 2 സാധനങ്ങളാണ്. ഏത് പഞ്ചവത്സര പദ്ധതി, നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന പഞ്ചവത്സര പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് ആൻഡ് അച്ചീവ്ഡ് ഗ്രോത്ത് റേറ്റ്. ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്കും കൈവരിച്ച വളർച്ചാ നിരക്കും. അത് രണ്ടും ഓർത്ത് വെച്ചോളുക. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. കാര്യം എല്ലാവരും ഈ പറയുന്ന മെയിൻ പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ട് പോകും. പരീക്ഷ നടത്തുന്ന ആള് ചിലപ്പോൾ ചോദിക്കുന്നത്, ഇവനെ പരീക്ഷ എഴുതുന്നവരൊന്ന് തെറ്റിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വട്ടം ചുറ്റിച്ചേക്കാന്ന് വിചാരിച്ച് ചിലപ്പം ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റും അച്ചീവ്ഡ് ഗ്രോത്ത് റേറ്റും ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. സോ നമ്മൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചോളുക. അത് എല്ലാ പദ്ധതിയുടെയും നമ്മൾ മനസ്സിലാക്കണം, കൃത്യമായിട്ട് ഓർത്ത് പോയിക്കോണം. ഇവിടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ച വളർച്ചാ നിരക്ക് 2.1% ആയിരുന്നു. അതായത് അന്നത്തെ നമ്മളുടെ വരുമാനം 100 രൂപയാണെന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയോടെ നമ്മൾ 102.1 രൂപയാണ് ലക്ഷ്യം വെച്ചത്. പക്ഷെ നമുക്ക് കിട്ടിയത് 103.6 രൂപ. അപ്പം ആലോചിച്ച് നോക്കൂ, ഒന്നാം പദ്ധതി സക്സസ്ഫുൾ ആയിരുന്നു.
ഓക്കെ, അപ്പം ഒന്നാം പദ്ധതി എന്ന് പറയുന്നത് സക്സസ് ആയിരുന്നു. കാരണം ടാർഗറ്റ് ചെയ്ത ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2.1%, നമ്മൾ അച്ചീവ് ചെയ്തത് 3.6 ഓക്കെ, അപ്പൊ നമുക്ക് പറയാമല്ലോ ഒന്നാം പദ്ധതി സക്സസ്ഫുൾ. ഓർത്ത് വെച്ചോളാം, ഈ ബോർഡിൽ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ ഓർത്ത് വെച്ചോളാം. നാരോ ഡോമർ മോഡൽ, അഗ്രികൾച്ചർ പ്ലാൻ, വക്രാനങ്കൽ ഹിരാക്കുഡ്, 5 IIT UGC. ഓക്കെ, 2.1, 3.6. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പദ്ധതിയിലേക്ക് പോകാം. അടുത്ത പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ സെക്കൻഡ് 5-year പ്ലാൻ എന്ന് പറയുന്നു. നമുക്ക് നോക്കാം. ഒന്നാമത്തത് 1951, 1956. രണ്ടാമത്തത് ഈ 56 സ്റ്റാർട്ട് ചെയ്തിട്ട് 56, 5, 1961. ഓക്കെ, സെക്കൻഡ് 5-year പ്ലാൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത് 56, 60. 56 ആരംഭിക്കുന്നത്, 61 തീരുന്നു. ഓക്കെ, മഹൽനോബിസ് 2 സെക്ടർ മോഡൽ എന്നറിയപ്പെടുന്നു. ഇതിന്റെ പേരാണ് ഒന്നുകിൽ മഹൽനോബിസ് മോഡൽ, അല്ലെന്നുണ്ടെങ്കിൽ മഹൽനോബിസ് 2 സെക്ടർ മോഡൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഫസ്റ്റ് പ്ലാൻ ഈസ് നോൺ ആസ് ഹാരോൾഡ് ഡോമർ മോഡൽ. സെക്കൻഡ് പ്ലാൻ ഈസ് നോൺ ആസ് മഹൽനോബിസ് മോഡൽ or Mahalanobis 2 sector model. And its main objective was a rapid industrialization. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് വളരെ വേഗത്തിലുള്ള വ്യാവസായികവൽക്കരണം, അതാണ് രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഇംപ്രൂവിംഗ് ദ പ്രൊഡക്ടിവിറ്റി, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ആയിരുന്നു. എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് 5-year പ്ലാനിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സെക്കൻഡ് 5-year പ്ലാനിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഇതിന് കാരണമുണ്ട്, ഇതിന് ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ഓക്കെ, നമ്മള് കാർഷിക മേഖലയ്ക്ക് ഇംപ്രൂവ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ പണിയെടുത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ നന്നായിട്ട് ചെയ്തു, രക്ഷപ്പെട്ടു. ഓക്കെ, പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത്, ഈ കാർഷിക മേഖല എന്ന് പറയുന്നത്, കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൃഷിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്നത് കൃഷിയല്ല, മറിച്ച് ഇൻഡസ്ട്രി വരുമ്പോഴാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ പാടത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാർ കൂടിപ്പോയാൽ 10, 20, 30 പേരുണ്ടാവും, ഇല്ലേ? അതേ സ്ഥാനത്ത് അവിടെ ഒരു വലിയൊരു ഫാക്ടറി വന്നു കഴിയുമ്പോൾ ഈ 20 ആളെന്നുള്ളതിന് പകരം 200, 300, 500 ആളുകൾക്ക് തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയാണ് ഒരു ഇൻഡസ്ട്രി വരുമ്പോൾ ഉണ്ടാകുക. ഇല്ല, നമ്മൾ തന്നെ ആലോചിച്ചു, ഒരു കമ്പനി വരുമ്പോൾ 300 പേര്, 400 പേര്, അല്ലെങ്കിൽ 10,000-കണക്കിന് ആൾക്കാർ തൊഴിൽ ചെയ്യുന്ന കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി, നമ്മുടെ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി, അല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ എക്കണോമിസ്റ്റുകൾക്ക് മനസ്സിലായി, കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാരും തൊഴിൽ ചെയ്യുന്നത് ഏത് മേഖലയിലാണ്? ഇൻഡസ്ട്രി സെക്ടറിലാണ്, വ്യാവസായിക മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി അടുത്ത പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതിനാണ്? ഇൻഡസ്ട്രിക്കാണ്, ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്, വ്യാവസായികവൽക്കരണത്തിനാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ രണ്ടാം പദ്ധതി നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുത്തു? റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷന് പ്രാധാന്യം കൊടുത്തു. അതായത് നമുക്ക് ഇൻഡസ്ട്രി വളർത്തണം, പുതിയ പുതിയ കമ്പനീസ് കൊണ്ടുവരണം, അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും. അങ്ങനെ ചിന്തിച്ചു. അതാണ് രണ്ടാം പദ്ധതി എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ച് തീരുമാനിച്ച് 3 ഫാക്ടറികൾ, 3 വലിയ ഫാക്ടറികൾ ഇന്ത്യയിൽ കൊണ്ടുവന്നു. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? 3 എണ്ണം വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചോളുക. ഒന്ന് ഭിലായി, ദുർഗാപൂർ, റൂർക്കേല. ഭിലായി, ദുർഗാപൂർ, റൂർക്കേല, ഇങ്ങനെ 3 ബിഗ് ഇൻഡസ്ട്രീസ് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു. 3ഉം ഇരുമ്പുരുക്ക് സ്ഥാപനങ്ങളാണ്, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആണ്. സോ as part of second 5-year plan, 3 main big industries were established in the country. What are they? They are Bhilai, Durgapur and Rourkela. Okay, ഈ ഭിലായ് എന്ന് പറയുന്നത്, ഭിലായ് started with the help assistance from USSR. അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി ആരംഭിച്ച സ്ഥാപനമാണ് ഭിലായ് എന്ന് പറയുന്നത്. ദുർഗാപൂർ എന്ന് പറയുന്നത് UK-യുടെ സഹായത്തോടെയും, റൂർക്കേല എന്ന് പറയുന്നത് ജർമ്മനിയുടെ സഹായത്തോടും കൂടിയാണ് ആരംഭിക്കുന്നത്. ഓക്കെ, അതിനകത്ത് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം, ഭിലായ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലും,
ദുർഗാപൂർ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളിലും റൂർക്കേല ഒഡീഷയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്നെണ്ണം ഓർത്ത് വെച്ചോളുക. ത്രീ ബിഗ് ഇൻഡസ്ട്രീസ് were established in three places, that is Bhilai, then Durgapur, another one is Rourkela. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കും ഏത് ഇൻഡസ്ട്രിയുടെ സഹായത്തിന് ഏത് രാജ്യമാണ് സഹായിച്ചത് എന്ന് ചോദിക്കും. ഓക്കെ, നമുക്ക് അങ്ങനെ ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. ഇങ്ങനെ ആയിരിക്കും മാച്ച് ദ ഫോളോയിങ് ചോദിക്കുന്നത്. അതായത് ദുർഗാപൂർ, ഓക്കെ, നമ്മൾ തരുന്നത് മറ്റൊരു രാജ്യമായിരിക്കും. അതുപോലെ തന്നെ ഭിലായ്, ഓക്കെ, പിന്നെ റൂർക്കേല, ഓക്കെ. ഇപ്പൊ ദുർഗാപൂർ ജർമ്മനി, ഓക്കെ, ഭിലായ് UK, റൂർക്കേല USSR, ഓക്കെ. ഇങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത്. ഇതിനകത്ത് തെറ്റായ പേർ ഏത് എന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്ത് ശരിയായ പേർ ഏതെന്നായിരിക്കും ചോദിക്കുന്നത്. 1 only, 2 only, 3 only, none, ഇങ്ങനെയൊക്കെ ചോദിക്കാം. സോ ഇതും നമ്മൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചോളുക. നമ്മൾ ക്വസ്റ്റ്യൻ സെഷൻസ് വരുന്ന ക്ലാസ്സുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് എങ്ങനെയൊക്കെ ഈ ഭാഗത്ത് ചോദ്യങ്ങൾ വരാം എന്ന് നമുക്ക് ഡിസ്കഷൻ വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ പ്ലാൻ. ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് ഇൻഡസ്ട്രിയലൈസേഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ പദ്ധതിക്ക് മറ്റൊരു പേരുണ്ട്, ഇൻഡസ്ട്രിയൽ പ്ലാൻ. കൃഷിക്ക് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി നോൺ ആസ്, എങ്ങനെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്, അഗ്രികൾച്ചറൽ പ്ലാൻ. സെക്കൻഡ് 5-year പ്ലാൻ ഈസ് ഓൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ. ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ദിസ് പ്ലാൻ ഈസ് ഓൾസോ എയിംഡ് അറ്റ് ഇൻക്രീസിംഗ് നാഷണൽ ഇൻകം ആൻഡ് റെഡ്യൂസിംഗ് അൺഎംപ്ലോയ്മെന്റ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അതായത് ഒരു കൃഷി, ഇപ്പം നമുക്ക് ഇൻഡസ്ട്രി വരുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയായിരുന്നു, ഗാന്ധിജി പറഞ്ഞ രീതിയിൽ നമ്മൾ ചക്കയില് നൂല് നൂറ്റ് ഒക്കെ ആയിരുന്നു നമുക്ക് ആവശ്യമുള്ള തുണി നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത് തുണിയുടെ അളവും, നമ്മൾ കൈകൊണ്ട് ചർക്കയിലും അല്ലെങ്കിൽ കൈത്തറിയിൽ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന തുണിയുടെ അളവും, അതേസമയം നമ്മൾ വലിയൊരു മെഷീൻ ഉപയോഗിച്ചുണ്ടാക്കുന്ന തുണിയുടെ അളവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്ന എപ്പോഴാണ്, ഈ മെഷീൻസ് യൂസ് ചെയ്യുമ്പോഴാണ്, അല്ലെ? അപ്പൊ കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, രാജ്യത്തിന്റെ ഇൻകം വർദ്ധിക്കുന്നു, അല്ലെ? അതുപോലെ തന്നെ റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെന്റ്. ഒരു കൃഷി സ്ഥലത്ത് ഞാൻ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ നമ്മൾ ചെറിയ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അഗ്രികൾച്ചർ രംഗത്ത് ജോലി 40 പേരാണെന്നുണ്ടെങ്കിൽ, അതേസമയം ഇൻഡസ്ട്രി വരുമ്പോൾ 40,000 ആൾക്കാരായിരിക്കും ജോലി ചെയ്യുന്നത്. സോ അൺഎംപ്ലോയ്മെന്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ഈ രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ ഇൻക്രീസിംഗ് നാഷണൽ ഇൻകം, നമ്മുടെ ദേശീയ വരുമാനം ഉയർത്തുക എന്നുള്ളതും ഏതിന്റെ ലക്ഷ്യമായിരുന്നു, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. അപ്പം പോയിന്റുകൾ ഓർത്ത് വെക്കുക. ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്ത് എഴുതിയാൽ മതി. 2 ഇൻഡസ്ട്രി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അത് മഹല്ല ബേസ് മോഡൽ എന്നറിയപ്പെടുന്നു. റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. 3 ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു, ഭിലായ്, ദുർഗാപൂർ, റൂർക്കേല. അനദർ വൺ ഇൻഡസ്ട്രിയൽ പ്ലാൻ എന്നറിയപ്പെടുന്നു. പിന്നീട് ഇതിന്റെ മെയിൻ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് നാഷണൽ ഇൻകം ആൻഡ് റെഡ്യൂസിംഗ് അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. പഞ്ചായത്ത് രാജ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് 1959 ഒക്ടോബർ 1-നാണ്. 1959 ഒക്ടോബർ 1-ന് പഞ്ചായത്ത് രാജ് സ്ഥാപിക്കപ്പെടുന്നു. അതുപോലെ തന്നെ IIMs were established in the country. IIT 1 ആണെങ്കിൽ IIM 2 ആണ്. ഓർത്തു വെക്കുക. IIT 1 ആണെങ്കിൽ IIM 2 ആണ്. സോ IITs established. 5 IITs were established in the country in the first 5-year plan. IIMs were established in the second 5-year plan. So IIT 1, IIM 2. Tata Institute of Fundamental Research was established. മറ്റൊരു സ്ഥാപനമാണ് Tata Institute of Fundamental Research was also established in the second 5-year plan. Okay, targeted growth rate 4.5, achieved growth rate 4.2. ഒരു മോഡറേറ്റ്ലി സക്സസ്ഫുൾ ആണെന്ന് പറയാം. 4.5% നമ്മൾ 104 പോയിന്റ്, നമുക്കിപ്പോ 100 രൂപ ഉണ്ട്. അപ്പൊ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് 104.5 ആണ്. പക്ഷെ നമുക്ക് കിട്ടിയത് 104.2 ആണ്. ഓക്കെ, ഫെയിലിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ഫെയിലിയർ അല്ല. എന്നാൽ സക്സസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് വലിയ സക്സസ് അല്ല. ബട്ട് വി അച്ചീവ്ഡ് എ മോഡറേറ്റ് സക്സസ്. പുറത്തു വെച്ചോളാം. പഞ്ചായത്ത് രാജ്, IIM, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് TIFR. ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് 4.5, അച്ചീവ്ഡ് 4.2.
ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇയർ 1951, 1956, 1956, 1961, 1961, 1966. ഓക്കെ, ഓരോന്നും വരുമ്പോൾ ഞാൻ എഴുതിയാണ് പോകുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതി പോകുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളുക. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ പോയിന്റ് നോക്കാം. തേർഡ് 5 ഇയർ പ്ലാനിന്റെ മറ്റൊരു പേര് ഗാഡ്ഗിൽ യോജന. ഓർത്ത് വെച്ചോളാം, ഗാഡ്ഗിൽ യോജന. അപ്പൊ ഒന്നാം പദ്ധതി ഹാരോൾഡ് ഡോമർ, രണ്ടാം പദ്ധതി PC മഹൽനോബിസ് മോഡൽ, മൂന്നാം പദ്ധതി ഗാഡ്ഗിൽ യോജന. ഓരോന്ന് ഞാൻ റിപ്പീറ്റ് പറഞ്ഞാൽ പോകുന്നത്. കാരണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഓർത്ത് വെച്ചോളാം. 1 ഹാരോൾഡ് ഡോമർ, 2 PC മഹൽനോബിസ് മോഡൽ, 3 ഗാഡ്ഗിൽ യോജന. Okay, its main objective was to make Indian economy self-reliant and self-generating. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിയെ സെൽഫ് റിലയന്റ് ആക്കുക ആൻഡ് സെൽഫ് ജനറേറ്റിംഗ്. അതായത് നമ്മൾക്ക് വേണ്ട സാധനങ്ങൾ, ഇപ്പം നമ്മളൊരു രാജ്യം നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് സെൽഫ് റിലയന്റ് ആവുക എന്ന് പറയുമ്പോൾ നമ്മളുടെ രാജ്യത്ത് നമ്മൾക്ക് ഇന്ത്യക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക, മറിച്ച് പുറത്തെ രാജ്യത്തു നിന്ന് ഇമ്പോർട്ട് ചെയ്യാതിരിക്കുക. അതാണ് സെൽഫ് റിലയന്റ് ആകുക എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കേണ്ട കാര്യമില്ല, സ്വയാശ്രയത്വം എന്ന് പറയും. നമ്മളെ ആശ്രയിച്ച് പോവുക. അതായിരുന്നു മൂന്നാം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ട്രൈ ടു ബാലൻസ് ഫോക്കസ് ഓൺ അഗ്രികൾച്ചർ ആസ് വെൽ ആസ് ഇൻഡസ്ട്രി. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കൃഷിക്കും, ഇപ്പം 1 അഗ്രികൾച്ചർ, 2 ഏതാണ് ഇൻഡസ്ട്രി. ഇവിടെ അഗ്രികൾച്ചർ ഈക്വൽ ടു ഇൻഡസ്ട്രി ആക്കാൻ ശ്രമിച്ചു. 3 ആ ഒരു ഇക്വേഷൻ പോലെ നോക്കിയിരുന്നാൽ മതി. കാരണം മൂന്നാം പദ്ധതിയിൽ അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള തീരുമാനത്തിലാണ് മൂന്നാം പദ്ധതി പ്രവർത്തിച്ചത്. ഓക്കെ, ഇറ്റ് ട്രൈ ടു ബാലൻസ് ഫോക്കസ് ഓൺ അഗ്രികൾച്ചർ ആസ് വെൽ ആസ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയും അഗ്രികൾച്ചറും ഒരുപോലെ ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ള രീതിയിലായിരുന്നു പോയത് മൂന്നാം പദ്ധതി. ഓക്കെ, ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ബൊക്കാറോ, ജാർഖണ്ഡ് 1964. ഓക്കെ, അപ്പം അടുത്ത ഒരു സ്റ്റീൽ ഫാക്ടറി കൂടെ വന്നു. അത് എവിടെയാണ്? അത് ബൊക്കാറോ. എവിടെയാണ്? ജാർഖണ്ഡില് ബൊക്കാറോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് വന്നു. അത് 1964. Okay, it is the 4th public sector steel plant in India developed with the assistance from USSR. ഇതിനും നമ്മൾ USSR ആണ് സഹായിച്ചത്. അപ്പം ഭിലായ് എന്ന് പറയുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്കും USSR ഹെൽപ്പ് ചെയ്തു. അതുപോലെ ബൊക്കാറോ എന്ന് പറയുന്ന ഇരുമ്പുരുക്ക് നിർമ്മാണശാലയ്ക്കും ഹെൽപ്പ് ചെയ്തു USSR. ഓക്കെ, ഇത് ബൊക്കാറോ എന്ന് പറയുന്നത് 4ാമത്തെ ഇരുമ്പുരുക്ക് വ്യവസായം. അപ്പൊ മറ്റു 3 ഭിലായ്, ദുർഗാപൂർ, റൂർക്കേല. 4ാമത്തത് ബൊക്കാറോ. ഓക്കെ, അപ്പം ബൊക്കാറോ USSRന്റെ ഹെൽപ്പോട് കൂടി വന്ന സ്റ്റീൽ പ്ലാന്റ് ആണ്. 4th പബ്ലിക് സെക്ടർ സ്റ്റീൽ പ്ലാന്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പം ഒന്നുകൂടെ പറയാം. ഗാഡ്ഗിൽ യോജന മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെൽഫ് റിലയന്റ് ആൻഡ് സെൽഫ് ജനറേറ്റിംഗ് എക്കണോമി. ഓക്കെ, its main objective was to make Indian economy self-reliant and self-generating, and it tried to focus on agriculture as well as industry. Okay, Bokaro Steel Plant was established in Bokaro, Jharkhand in 1964. Clear? പോയിന്റ് നോക്കാം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ നോക്കിയാൽ മതി, 61, 66 കാലഘട്ടമാണ് മൂന്നാം പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, ഈ 61, 66 കാലഘട്ടത്തിനിടയ്ക്ക് നമ്മൾ 61-ലാണല്ലോ പഞ്ചവത്സര പദ്ധതി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറെ വിഷൻസ് ഉണ്ട് അല്ലെ. നമുക്ക് ആ വർഷം ഇന്ന പ്ലാൻ കൊണ്ടുവരണം, ഈ വർഷം ഇന്ന പദ്ധതി കൊണ്ടുവരണം, കൃഷി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, അതുപോലെ ഇൻഡസ്ട്രി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഇങ്ങനെ ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു. അതാണ് 61, 66 ഇടയ്ക്ക് കൊണ്ടുവന്ന പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ ചില പ്രശ്നങ്ങൾ ഉണ്ടായി. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇൻഡോ ചൈന വാർ, ഇൻഡോ പാകിസ്ഥാൻ വാർ, 2 യുദ്ധങ്ങൾ വന്നു 64-ലും 65-ലും. അതൊന്ന് ഇന്ത്യ ചൈന യുദ്ധവും അതുപോലെ തന്നെ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധവും. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മുടെ രാജ്യത്തൊരു
ഒരു വാർ അല്ലെങ്കിൽ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാകും. മീൻസ് നമ്മുടെ രാജ്യത്തിന്റെ എക്കണോമിയുടെ കൂടുതൽ ഭാഗവും ഈ യുദ്ധത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യും, കൊടുക്കേണ്ടി വരും. ഒരുപാട് റെഫ്യൂജീസ് ഉണ്ടാവും, ഇല്ലേ? ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഭാരിച്ച ചെലവുകൾ ഉണ്ടാകും നമ്മുടെ രാജ്യത്തിന്. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പ്ലാനുകൾ നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പല പ്ലാനുകളും നമുക്ക് വിചാരിച്ച പോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇറ്റ് വാസ് എ ഫെയിലിയർ ഡ്യൂ ടു ഫാമിൻ. ആ സമയത്തുണ്ടായ വലിയ ക്ഷാമം, നമ്മുടെ രാജ്യത്തുണ്ടായ വലിയൊരു ക്ഷാമവും പട്ടിണി എന്ന് പറയുന്നതും ഒരു പ്രതികൂലമായ അവസ്ഥയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിക്ക്. അങ്ങനെ നമ്മുടെ മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടൊരു ഫെയിലിയർ ആയിട്ട് മാറി. ഓക്കെ, അതായത് നമ്മൾ ടാർഗറ്റ് ചെയ്തത് 5.6 ആയിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തത്. പക്ഷെ നമുക്ക് കിട്ടിയത് എത്രയാണ്? 2.8. നേർ പകുതി, 50% മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അതുകൊണ്ട് പറയാം, മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഒരു ഫെയിലുവർ ആയിരുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ മൂന്നാം പദ്ധതിക്ക് എന്താ സംഭവിച്ചത്? 3 കാര്യങ്ങളാണ്, പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി തകരാൻ കാരണം. 3 കാരണങ്ങൾ കൊണ്ട് മൂന്നാം പഞ്ചവത്സര പദ്ധതി തകർന്നു. ഏതൊക്കെയായിരുന്നു ആ കാരണം? ഒന്ന്, ഫാമിൻ, അന്നുണ്ടായ വലിയൊരു ക്ഷാമം നമുക്ക് വലിയ പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ ഇൻഡോ ചൈന യുദ്ധം, പിന്നെ ഇൻഡോ പാക് യുദ്ധം. ഇത്രയും വന്നപ്പോഴത്തേക്ക് ഇന്ത്യ ഏകദേശം സൈഡായി. നമുക്ക് വിചാരിച്ച പോലെ നമ്മുടെ പ്ലാൻസ് ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? പദ്ധതി ഏകദേശം പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായി. അത് നമ്മൾ ഉദ്ദേശിച്ചതിന്റെ 50% മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം, അടുത്ത പോയിന്റിലേക്ക് പോവാം. അങ്ങനെ വന്നപ്പോ നോക്കാം, ഞാൻ പറഞ്ഞ പോയിന്റ്സ് ആണ് 4th 5-year പ്ലാൻ. അതായത് നമുക്ക് 4ാം പദ്ധതി എന്ന് പറഞ്ഞ സംഗതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. പകരം നമുക്ക് 4ാം പദ്ധതിക്ക് 3ാം പദ്ധതി തകരാനുള്ള കുറച്ച് റീസൺസ് ആണ് ഇങ്ങനെ ഇത്രയും വന്നത്. അതായത് 62-ലെ ഇൻഡോ ചൈന യുദ്ധം, 65-ലെ ഇൻഡോ പാക് യുദ്ധം, അതോടുകൂടി നമ്മുടെ പദ്ധതി ഏകദേശം 3ാം പദ്ധതി തകർന്ന് തരിപ്പണമായി. പിന്നെ നമുക്ക് 4ാമത്തെ പദ്ധതി ശരിക്കും ഒന്ന് കൺസീവ് ചെയ്യാൻ പോലുള്ള നമുക്കൊരു എന്തില്ലായിരുന്നു, ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഒരു പദ്ധതി അപ്പാടെ തകർന്നു, നമ്മൾ ഉദ്ദേശിച്ച പോലൊരു വികസന കാഴ്ചപ്പാടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിൽ നിന്നുള്ളൊരു വരുമാനം നമുക്ക് തകർന്ന് പോയി. പിന്നെ നമുക്ക് അത്രയും 5 വർഷത്തേക്ക് വീണ്ടും ഒരു പ്ലാൻ നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മളെ വീട്ടിലേക്ക് ഒരു മാസത്തേക്ക് നമ്മളൊരു ബജറ്റ് ഇട്ട്, നമുക്കൊരു ബജറ്റ് ഒക്കെ ഇട്ട് ഈ മാസം നമ്മൾ ഇങ്ങനെ പോകണം എന്നുള്ളത് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് പോവാം. അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് എമർജൻസി ഉണ്ടാവുക, അപ്പൊ നമ്മൾ കരുതി വെച്ചിരിക്കുന്ന പണം മുഴുവൻ അങ്ങ് തീർന്നു എന്ന് വിചാരിക്കാം. പെട്ടെന്ന് നമ്മളിപ്പോ ഒരു മാസത്തേക്ക് നമുക്ക് ഇങ്ങനെ തന്നെ പോകണം, ഇന്ന രീതിയിൽ നമ്മൾ പോകണം, കാര്യങ്ങളൊക്കെ പോകണം. ഒക്കെ നമ്മൾ ടൂർ പ്ലാൻ ചെയ്യുന്നു, നമ്മൾ അവിടെ പോകുന്നു, ഒരു സിനിമയ്ക്ക് പോകുന്നു, നമുക്ക് ഇന്ന കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഒരു ഹെൽത്ത് എമർജൻസി ഉണ്ടായി. അപ്പൊ നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന പൈസ മുഴുവൻ തീർന്നു, കാലിയായി. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ ഒരു മാസത്തേക്കുള്ള പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? മൊത്തവും തകരും. പിന്നെ നമുക്ക് എന്താ ചിന്തിക്കുന്നത്? ഓരോ ദിവസം എങ്ങനെയെങ്കിലും നമുക്ക് കഴിച്ചുകൂട്ടി പോകണം എന്നാ ചിന്തിക്കുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മൾ 5 വർഷത്തേക്ക് കരുതി വെച്ചിരിക്കുന്ന എല്ലാ സോഴ്സസും നമ്മുടെ മുഴുവൻ പദ്ധതി തകർന്നു. അപ്പൊ നമുക്കിനി 5 വർഷത്തേക്ക് ഒരു പ്ലാൻ വേണ്ട. പകരം നമുക്കിനി ആനുവൽ പ്ലാൻ എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരാം. അതാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല. അതായത് 5 വർഷം വേണം, ഓരോ വർഷമുള്ള പ്ലാൻ എന്നുള്ള രീതിയിൽ നമുക്ക് പോകാം. അങ്ങനെ ഡ്യൂ ടു ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം, ഫോളോയിങ് ദ ഫെയിലിയർ ഓഫ് ദ 3rd 5-year പ്ലാൻ, 3ാം പദ്ധതിയുടെ തകർച്ചയോടുകൂടി ഉണ്ടായ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം നമ്മൾ തീരുമാനിക്കുകയാണ്, ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് ആനുവൽ പ്ലാൻ ഇൻസ്റ്റെഡ് ഓഫ് ദ 5-year പ്ലാൻ. നമുക്കിനി പഞ്ചവത്സര പദ്ധതി എന്നുള്ള രീതിയിൽ വേണ്ട, നമുക്കിനി ആനുവൽ പ്ലാൻ തയ്യാറാക്കാം. ഒരു വർഷം ഒരു പദ്ധതി, അടുത്ത വർഷം അടുത്ത പദ്ധതി, അങ്ങനെ നമുക്ക് തയ്യാറാക്കാം. അങ്ങനെ 66 മുതൽ 69 വരെ, ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഞാൻ എഴുതുക, 1951, 1956, 1956, 1961, 1961, 1966, 1, 2, 3 പദ്ധതിയിലൊക്കെ വന്ന് 3ാം പദ്ധതി പൊളിഞ്ഞു പോയി. അപ്പൊ നമുക്ക് 66 മുതൽ 71 വരെയുള്ള പദ്ധതി വേണ്ട. നമുക്ക് പകരം
66 മുതൽ നമുക്കൊരു ആനുവൽ പ്ലാൻസ് തയ്യാറാക്കാം. അങ്ങനെ 3 ആനുവൽ പ്ലാൻസ് കൊണ്ടുവന്നു. ഓക്കെ ഓക്കെ 66 മുതൽ 67 വരെ ഒരു പ്ലാൻ, 67 മുതൽ 68 വരെ ഒരു മറ്റൊരു പ്ലാൻ, 68 മുതൽ 69 വരെ മൂന്നാമത്തെ പ്ലാൻ. അങ്ങനെ 3 ആനുവൽ പ്ലാൻസ് തയ്യാറാക്കി. ഈ 3 ആനുവൽ പ്ലാൻസ് വരാനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ തകർച്ച, ആ തകർച്ചയോടുകൂടി ഉണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. ഓക്കെ, ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഈ ആനുവൽ പ്ലാനിന്റെ ഒബ്ജക്റ്റീവ് എന്താ നോക്കുക. നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഏതാണ്? ഒന്നാമത്തെ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്, കൃഷി നമുക്ക് വികസിപ്പിച്ചെടുക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹൈ ഈൽഡിങ് സീഡ്സ്. അതുപോലെ തന്നെ നമ്മൾ അത്യുൽപാദന, ഹൈ ഈൽഡിംഗ് എന്ന് വെച്ചാൽ അത്യുൽപാദന ശേഷിയുള്ളത്, നമുക്ക് നമ്മൾ സാധാരണ നോർമൽ വിത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കിട്ടുന്ന തരത്തിലുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡെവലപ്മെന്റ് ഓഫ് ഇറിഗേഷൻ സ്കീംസ്. ഓക്കെ, നമ്മുടെ രാജ്യത്ത് ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മളുടെ കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻ ഫെഡ് ആയിരുന്നു. നമ്മുടെ രാജ്യത്തെ കൃഷി എന്ന് വെച്ചാൽ റെയിൻ ഫെഡ് മീൻസ് നമ്മള്, അതായത് ഞാൻ ഈ പറയുന്ന മൂന്നാം പദ്ധതി വരെയുള്ള കേസാണ് പറയുന്നത്. റെയിൻ ഫെഡ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ മഴയെ ആശ്രയിക്കും. ഓക്കെ, ഇന്ന സീസണിൽ മഴ പെയ്യും, അതുകൊണ്ട് നമുക്ക് ഈ കൃഷി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ മഴയ്ക്ക് കിട്ടുന്ന വെള്ളം കൊണ്ട് നമ്മൾ കൃഷി ചെയ്ത് പോവുമായിരുന്നു. പക്ഷെ ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് മോശമായിരുന്നു, വളരെ മോശം കാലാവസ്ഥ കൂടിയായിരുന്നു. ഓക്കെ, അഡ്വേഴ്സ് മൺസൂൺ വെതർ. ഓക്കെ, ആ സമയത്ത് നമ്മളുടെ കാലാവസ്ഥ വളരെ മോശമായിരുന്നു. അപ്പൊ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ മഴ കിട്ടാതാവുന്നു. മഴ കിട്ടാതാവുമ്പോൾ അത് നമുക്ക് കൃഷിയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. കൃഷി തകർന്നപ്പോൾ നമ്മളുടെ ഇക്കണോമിയെ ബാധിച്ചു. ഇതായിരുന്നു സംഭവിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? മഴ കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൃഷിയിടം ഇതാണെന്നുണ്ടെങ്കിൽ അതിനടുത്തൂടെ ഒഴുകുന്ന നദിയിൽ നിന്നുള്ള വെള്ളം നമ്മൾ കൃത്യമായിട്ട് എത്തിക്കുക പാടത്തേക്ക്. അതിനുള്ള പദ്ധതിയാണ് നമ്മൾ ഇറിഗേഷൻ പദ്ധതി എന്ന് പറയുക. ഓക്കെ, അപ്പം അടുത്തൂടെ വലിയ നദികളൊക്കെ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ ആ നദികളിൽ നിന്നുള്ള വെള്ളം നമുക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റണം. വേനൽക്കാലത്തും നദികൾ കവിഞ്ഞൊഴുകാറുണ്ട്. അതേത് നദിയാണ്? ഹിമാലയൻ നദികൾ. അങ്ങനെ നദികളിൽ നിന്ന് വെള്ളം കൃത്യമായിട്ട് ചാല് അല്ലെങ്കിൽ കനാൽസ് വഴി എവിടേക്ക് വെള്ളം എത്തിക്കണം? കൃഷിയിടത്തേക്ക് വെള്ളം എത്തിക്കണം. അതിനുള്ള ഇറിഗേഷൻ സ്കീംസ് കൊണ്ടുവരണം. അത് ഏതിന്റെ ലക്ഷ്യമായിരുന്നു? ആനുവൽ പ്ലാനിന്റെ ലക്ഷ്യമാണ്. എന്തുകൊണ്ടാണ് ലക്ഷ്യം വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാം പദ്ധതിയിൽ നമുക്ക് അഡ്വേഴ്സ് മൺസൂൺ കണ്ടീഷൻസ് കാരണം the third plan was a failure. That's why in the annual plan we set the objective like development of irrigation schemes. Okay, the fourth one is revolution. Green revolution has been maintained in the country. ഓക്കെ, പിന്നെന്താ കൊണ്ടുവന്നു? ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം നമ്മൾ പഠിക്കും, പിന്നീട് ഒരു ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഹരിത വിപ്ലവത്തെ കുറിച്ച്. അങ്ങനെ ഹരിത വിപ്ലവം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ലൈക്ക് റൈസ് ആൻഡ് വീറ്റ് ഹാസ് ഇൻക്രീസ് ഇൻ ദ കൺട്രി. ഓക്കെ, അതായത് അതുപോലെ തന്നെ കൃഷിയിലൂടെ ഇത്തരം, അതായത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവരിക, അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിക്കുക, ഇറിഗേഷൻ സ്കീംസ് കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കൃഷിയെ നമ്മൾ കൂടുതൽ വികസിപ്പിക്കുക. അതുവഴി രാജ്യത്ത് അരിയുടെയും ഗോതമ്പിന്റെയും ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. The production of grains like rice and wheat has increased in the country. That was the complete result of the whole result of this annual plans. Or sometimes we will say this is the perfect objective of annual plan. Clear? Is that clear? So annual plans. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അങ്ങനെ അതിനുശേഷം 69-ലെത്തി. നെക്സ്റ്റ് ഫോർത്ത് ഫയർ പ്ലാൻ. 69-ല് നമ്മൾ ഫോർത്ത് ഫയർ പ്ലാൻ കൺസീവ് ചെയ്യുന്നു. The fourth fire plan started from 1916. 1969 മുതലാണ് ഫോർത്ത് ഫയർ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന. ഫോർത്ത് ഫയർ പ്ലാൻ കാലഘട്ടം 1969 to 1974. Okay, 1969 to 1974. Okay, Prime Minister, who was the Prime Minister then? Indira Gandhi was the Prime Minister, and the fourth fire plan is known as Gadgil model. Okay, Gadgil Yojana, Gadgil model. Okay, fourth fire plan is otherwise known as Gadgil model. So 3 points we explained just now. The duration, that is 69 to 74. Again I will write it. Okay, 1951, 1956,
1956, 1961, 1961, 1966. ഓക്കെ, ഇത്രയും ദീസ് ആർ ദ 5-year plans. 3 5-year plans. Then after third one, 3 annual plans. 66, 67, 67, 68, 68, 69. This is annual plans, AP. This is 5-year plan, FYP. Okay, next one is fourth 5-year plan, that is 69 to 74. The fourth 5-year plan started from 1969. Prime Minister Indira Gandhi, and it is also known as Gadgil model. Okay, what are the objectives of fourth 5-year plans? Let's look into it. Then first one is steady growth. Okay, അതായത് growth should be steady. Okay, അതായത് നമ്മൾ പറഞ്ഞല്ലോ, ആദ്യം നമുക്ക് ഒന്നാം പദ്ധതി സക്സസ് ആയിരുന്നു, രണ്ടാം പദ്ധതി മോഡറേറ്റ്ലി സക്സസ് ആയിരുന്നു, മൂന്നാം പദ്ധതി ടോട്ടലി ഫെയിലിയർ ആയിരുന്നു. അപ്പൊ ഒരു ഇന്ത്യൻ എക്കണോമിക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല. സോ അവർ ഗ്രോത്ത് ഷുഡ് ബി ഇൻ എ സ്റ്റഡി മാനർ. സോ in the fourth 5-year plan set the objective steady growth. We have to achieve steady growth. നമ്മൾ steady growth നമുക്ക് വേണം. അതുപോലെ തന്നെ gain self reliance. Okay, അതുപോലെ തന്നെ weak growth avoid. Okay, Indira Gandhi implemented the first phase of bank nationalization in 1969 July 19. Okay, ആദ്യത്തെ ബാങ്ക് നാഷണലൈസേഷൻ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന പ്രൈവറ്റ് ബാങ്കുകൾ. ഓക്കെ, ഇന്ത്യയിൽ കുറെ പ്രൈവറ്റ് ബാങ്കുകൾ ആ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രൈവറ്റ് ബാങ്കുകൾ അവരുടെ ഓപ്പറേഷൻസ് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഇന്ദിരാഗാന്ധി ആ ബാങ്കുകളെല്ലാം ഏറ്റെടുത്തിട്ട് പൂർണ്ണമായിട്ടും അതിനെ ദേശസാൽക്കരിച്ചു, അല്ലെങ്കിൽ അതിനെ നാഷണലൈസ് ചെയ്തു. ഓക്കെ, അത് എന്നായിരുന്നു? 1969 ജൂലൈ 19. 14 ബാങ്ക്സ്, ഇന്ത്യയിലെ 14 ബാങ്കുകളാണ് ആദ്യഘട്ടത്തില് ദേശസാൽക്കരിക്കപ്പെടുന്നത്. സോ ഹു ഡിഡ് ദ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ്? ദാറ്റ് ഈസ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഫസ്റ്റ് നാഷണലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന, ഫസ്റ്റ് ഫേസ് ഓഫ് ബാങ്ക് നാഷണലൈസേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന. അത് 1969 ജൂലൈ 19. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു പരിപാടിയാണ് 1970 ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ ഫ്ലഡ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓപ്പറേഷൻ ഫ്ലഡ് ഈസ് ആൻ ഇൻക്രീസ് ഇൻ മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ ആസ് പാർട്ട് ഓഫ് ദ ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ 13 ജാനുവരി 1970. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്ത് ഉൽപാദന മേഖലയിൽ, കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു വികസനം കൈവരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം നമ്മൾ നടപ്പിലാക്കി. ഓക്കെ, ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പാലുൽപാദനം വർദ്ധിപ്പിക്കുക, നമ്മുടെ രാജ്യത്തെ പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ കൊണ്ടുവന്ന പദ്ധതിയാണ് ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തതിലൂടെ നമ്മുടെ രാജ്യത്തെ പാലുൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. ഓക്കെ, നമ്മുടെ രാജ്യത്തെ പാലുൽപാദനം ഗണ്യമായി വർദ്ധിച്ചു. ഓക്കെ, ആ വർധനവിനെ, ആ പാലുൽപാദന മേഖലയിൽ ഉണ്ടായ ഒരു വലിയൊരു മാറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. സോ ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലാക്കിയതിലൂടെ എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഭാഗമായിട്ട് എന്ത് കൊണ്ടുവന്നു? നമ്മള് ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നു. അങ്ങനെ ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നതിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ മിൽക്ക് പ്രൊഡക്ഷൻ കൂടി ഇൻക്രീസ് ചെയ്തു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നാണ് നമ്മൾ ഇനി ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കിയെന്ന് ചോദിച്ചാൽ ജനുവരി 13, 1970. ജാനുവരി 13, 1970. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം, ഫോർത്ത് 5-year പ്ലാൻ അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1969 to 1974 ആണ്. ഓക്കെ, അതുപോലെ തന്നെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ വാസ് ഇന്ദിരാഗാന്ധി ആൻഡ് ദ പ്ലാൻ ഈസ് നോൺ ആസ് ദ ഗാഡ്ഗിൽ മോഡൽ. ഓക്കെ, ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? സ്റ്റഡി ഗ്രോത്ത്, സെൽഫ് റിലയൻസ് ആൻഡ് അവോയ്ഡ് വീക്ക് ഗ്രോത്ത് റേറ്റ്. ദെൻ അനദർ വൺ ഈസ് എന്താണ്? ബാങ്ക് നാഷണലൈസേഷൻ. അതായത് നമ്മുടെ രാജ്യത്തെ ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ആദ്യ ഘട്ടം ആരംഭിക്കുന്നത് 4ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അത് നടപ്പിലാക്കിയതാരെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. എത്ര ബാങ്കുകൾ നമ്മൾ ദേശസാൽക്കരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ബാങ്കുകൾ നമ്മൾ ദേശസാൽക്കരിച്ചു.
ഓക്കെ, ഡേറ്റ് 1969 ജൂലൈ 19. ഓക്കെ, പിന്നെന്ന് പറയുന്നത് 1970 ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നു. എന്താണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1970 ജനുവരി 13 നടപ്പിലാക്കിയ ഡയറി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ രാജ്യത്തെ പാലുൽപാദനം ഗണ്യമായി വർദ്ധിക്കുന്നു. ആ ഒരു വിപ്ലവത്തെയാണ്, അല്ലെങ്കിൽ കാർഷിക രംഗത്തുണ്ടായ ആ വലിയൊരു മുന്നേറ്റത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പം 1970 വരെ നമ്മള് വലിയ കുഴപ്പമില്ല പോകുന്നു. 1971 വന്നപ്പോഴത്തേക്ക് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. നമുക്കറിയാം ഇത് ഇങ്ങനെ ഇന്ത്യ കിടക്കുന്നു. ഇവിടെ ഒരു പാകിസ്ഥാൻ ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇവിടെ ഒരു പാകിസ്ഥാൻ ഉണ്ടായിരുന്ന സമയത്ത് ഇതിന് നമ്മൾ നോർമൽ പാകിസ്ഥാൻ എന്നും ഇതിനെ നമ്മൾ ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു. അപ്പം ഈസ്റ്റ് പാകിസ്ഥാനും ആയിരുന്നു അന്ന് ഒരേ രാജ്യമായിരുന്നു. പക്ഷെ അവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അവർക്കിടയിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയും പാകിസ്ഥാനായിട്ടൊരു യുദ്ധം വരുന്നു 1971. ഓക്കെ, അങ്ങനെ ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കിഴക്കൻ പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് എത്തുന്നു. അങ്ങനെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഈ വെസ്റ്റ് പാകിസ്ഥാന്റെ കൺട്രോൾ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിട്ട് ഈസ്റ്റ് പാകിസ്ഥാനെ നമ്മൾ മറ്റൊരു രാജ്യമാക്കുന്നു. അതാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അങ്ങനെ 71 യുദ്ധം ഒക്കെ വരുന്നു. 71 യുദ്ധം വരുന്നു. അപ്പം ഈസ്റ്റ് പാകിസ്ഥാനിലെ 71 യുദ്ധം, അതായത് പാകിസ്ഥാനിലെ ഒരു ആഭ്യന്തര കലാപമാണ്. അപ്പൊ കിഴക്കൻ പാകിസ്ഥാനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ബാധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടുത്തെ ജനങ്ങള് ഒരു രക്ഷയില്ല വന്നപ്പം എങ്ങോട്ടേക്ക് വന്നു? ഇന്ത്യയിലേക്ക് അവർ കുടിയേറി. അതായത് ഈസ്റ്റ് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യുന്നു. അവർ തമ്മിലുള്ള ആഭ്യന്തര കലാപം നടക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്? ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ വരും. ജീവൻ പേടിക്കും, ജീവനിൽ ഭയം വരും അല്ലെ? മരണഭയം ഒക്കെ ഓർത്തിട്ട് കുറെ പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ഈസ്റ്റ് പാകിസ്ഥാനെ നേരെ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്ക് റെഫ്യൂജീസ് വരുന്നു. ഓക്കെ, റെഫ്യൂജീസ് വരുമ്പം അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും നമ്മളുടെ റിസോഴ്സസ് അവരിലേക്കൂടെ ഷെയർ ചെയ്ത് പോകും. അതും നമ്മളുടെ എക്കണോമിയെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ റെഫ്യൂജി പ്രോബ്ലംസ് 1971 റെഫ്യൂജി പ്രോബ്ലംസും പ്രശ്നങ്ങളായി. അത് ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അങ്ങനെ 72 ബംഗ്ലാദേശ് ഒക്കെ ഫോം ചെയ്യുന്നു. അത് വേറൊരു ചരിത്രം. അപ്പൊ നമ്മൾ റെഫ്യൂജി പ്രോബ്ലം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അതായത് നമ്മുടെ 4ാം പദ്ധതിയെ അഫക്ട് ചെയ്ത ഒരു പ്രോബ്ലം ആണ് റെഫ്യൂജി ഇഷ്യൂസ് എന്ന് പറയുന്നത് 1971. അടുത്ത പദ്ധതിയാണ് ഡ്രൗട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം, DPAP എന്ന് പറയുന്നത്. ഡ്രൗട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം, അതായത് പ്രൊജക്ട് ടു പ്രൊട്ടക്ട് ഡ്രൗട്ട് പ്രോൺ ഏരിയ, അതായത് വരൾച്ചാ ബാധിത പ്രദേശങ്ങളുണ്ട്. അതായത് വരൾച്ചയ്ക്ക് വളരെയധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. ഓക്കെ, ആ പ്രദേശങ്ങൾ മാപ്പ് ചെയ്തിട്ട് അവിടുത്തെ വികസനത്തിന് ആവശ്യമായ പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളതാണ് DPAP എന്ന് പറയുന്നത്, ഡ്രൗട്ട് പ്രോൺ ഏരിയാസ് പ്രോഗ്രാം. അത് നടപ്പിലാക്കുന്നത് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് ആണ് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. അതുപോലെ തന്നെ ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ്, ദാറ്റ് ഈസ് 18th May 1977. നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഭാഗം അല്ലെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം. ഓക്കെ, എവിടെയാണ് നടന്നത്? അത് പൊഖ്രാനിലാണ് നടന്നത്. ആ പദ്ധതിക്ക് അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയർ ടെസ്റ്റിന്റെ ഒരു പേരെന്ന് പറയുന്നത് എന്താണ്? ലാഫിംഗ് ബുദ്ധൻ ചിരിക്കുന്നു. അതും ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. അപ്പം അന്ന് എല്ലാവരും ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് നോക്കിയ ഒരു സംഭവമാണ് ഈ പറയുന്ന ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്ന ന്യൂക്ലിയർ ടെസ്റ്റ്. അന്ന് എല്ലാരെയും ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഈ ഒരു പരിപാടി നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് 18th May 1974. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ വെന്യൂ എന്ന് പറയുന്നത് പൊഖ്രാൻ ആണ്. അതിന്റെ പേര്, ആ പദ്ധതിയുടെ പേരാണ് എന്ത്? ലാഫിംഗ് ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? Okay, the first 2 years of the 5-year plan, they recorded a record production. ആദ്യത്തെ 2 വർഷം എന്ന് പറയുന്നത് 69 ആരംഭിച്ചിട്ട് 69 മുതൽ 70, 70 മുതൽ 71 വരെ വളരെ മാന്യമായിട്ടും it recorded a successful or record production rate. It recorded a record production rate. And the project was also affected by the influx of refugees from Bangladesh after the 1971 India-Pakistan war. 1971
ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചുകൂടെ പറഞ്ഞല്ലോ, റെഫ്യൂജീസ് ഒരുപാട് ഈ ബംഗ്ലാദേശിൽ നിന്ന് അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് റെഫ്യൂജീസ് ഇന്ത്യയിലേക്ക് വന്നു. ഓക്കെ, ഇങ്ങനെ ഈ റെഫ്യൂജീസ് സ്ഥിരമായിട്ട് ഇഷ്ടംപോലെ റെഫ്യൂജീസ് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ റിസോഴ്സസ് അവരിലേക്കൂടെ ഷെയർ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ എക്കണോമിയെ ബാധിക്കും. അങ്ങനെ ആദ്യത്തെ 2 വർഷം ഓക്കെ ആയിരുന്നു. പിന്നെ 71 മുതലുള്ള പിന്നെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളുടെ പല പദ്ധതികളും നമുക്ക് നടപ്പാക്കാൻ പറ്റിയില്ല. അങ്ങനെയാണല്ലോ. ഇപ്പം സംഭവിക്കുന്നത് എന്താ, നമ്മളിപ്പോ നമ്മളെല്ലാം വീട്ടിൽ ഇരിക്കുന്നു, നമ്മളോട് വിളിച്ചു പറയാതെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരിക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ട ഭക്ഷണം നമ്മൾ കൊടുക്കും. നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്കൂടെ ഉള്ള ഭക്ഷണമായിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് പരുങ്ങലിലാവും എന്ന് പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തേക്ക് റെഫ്യൂജീസ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ റിസോഴ്സിനെ നമുക്ക് അത് അഫക്ട് ചെയ്തു. നമുക്ക് പല പ്രൊജക്ടുകളും ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയാതെയായി. ഓക്കെ, ദ ഫോർത്ത് 5-year പ്ലാൻ ടാർഗറ്റഡ് ഗ്രോത്ത് റേറ്റ് 5.6, അച്ചീവ് ചെയ്ത് 3.3. ഇതും ഒരു ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ഫെയിലിയറിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന റെഫ്യൂജീസിന്റെ ഇൻഫ്ലക്സ് ആണ്. ഇത്രയും റെഫ്യൂജീസ് നമ്മുടെ രാജ്യത്തേക്കുള്ള കുടിയേറ്റമായിരുന്നു നമ്മളുടെ ഈ പദ്ധതിയെ അഫക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫോർത്ത് 5-year പ്ലാൻ. ഓക്കെ, നമുക്ക് ഫിഫ്ത്ത് 5-year പ്ലാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഫിഫ്ത്ത് 5-year പ്ലാൻ. അപ്പം 1951, 1956, 1956, 1961, 1961, 1966, 69 വരെ നമുക്ക് കുഴപ്പമായിരുന്നു. അപ്പൊ നമുക്ക് 1969, 1974, 1974, 79 ഓർത്ത് വെച്ചോളാം. 5ാമത്തെ പഞ്ചവത്സര പദ്ധതി. മൊത്തം നമ്മൾ 12 നമ്മൾ പഠിക്കും. ഓക്കെ, ഇതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 74, 79 അപ്പോഴും പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. ഫിഫ്ത്ത് 5-year പ്ലാൻ പ്രിപ്പയർഡ് ബൈ DP ധർ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആരാണ് പ്രിപ്പയർ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് DP ധർ ആണ്. ഓക്കെ, ദ ഗോൾ വാസ് പോവർട്ടി അലിവിയേഷൻ ആൻഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ദ അഗ്രികൾച്ചർ ഡിഫൻസ് സെക്ടർ. അതായത് ഇതിന്റെ ലക്ഷ്യം, 5ാം പദ്ധതിയുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് പോവർട്ടി അലിവിയേഷൻ ആണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു, നമുക്ക് 4ാം പദ്ധതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്താണ്? റെഫ്യൂജീസ് വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? നമ്മുടെ രാജ്യത്ത് കുറെ സാമ്പത്തിക പ്രശ്നം ഉണ്ടായി. നമ്മൾ നടപ്പിലാക്കാൻ വെച്ചിരുന്ന കുറച്ച് പ്ലാനുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു നമ്മൾ നടപ്പിലാക്കാൻ വെച്ചിരുന്ന കുറച്ച് പ്ലാനുകൾ? ഒന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എന്താണ് സ്റ്റഡി ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, ഇങ്ങനെ കുറെ പരിപാടിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റെഫ്യൂജീസിന്റെ ഒരു ഇൻഫ്ലക്സ് ഒക്കെ ആയപ്പോഴത്തേക്ക്, ഒരുപാട് റെഫ്യൂജീസ് വന്നപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചത്? ഈ പദ്ധതി നമുക്ക് വേണ്ട വിധത്തിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും, ഇല്ലേ? തന്നെയല്ല, ഫോർത്ത് 5-year പ്ലാൻ ഏകദേശം ഒരു ഫെയിലുവറിലേക്ക് നീങ്ങിയത്. 5.6 നമ്മുടെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചിട്ട് നമുക്ക് എവിടം വരെ എത്തി? 3.3 വരെ എത്താൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് അതൊരു ഫെയിലിയർ ആണല്ലോ. അപ്പൊ സാമ്പത്തികമായിട്ടും നമ്മളത് ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ 4ാം പദ്ധതിയിലുണ്ടായ തട്ടുകേട് നമുക്ക് നികത്തണമല്ലോ. അതുകൊണ്ടായിരിക്കും നമ്മൾ 5ാം പദ്ധതി നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമുക്ക് 4-ല് എന്തെങ്കിലും കാര്യത്തിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് നികത്താൻ വേണ്ടിയിട്ട് 5ാം പദ്ധതി ലക്ഷ്യം വെക്കും. അപ്പൊ നമുക്ക് എന്താണ് 5ാം പദ്ധതി ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, അത് പോവർട്ടി അലിവിയേഷൻ ആൻഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ദ അഗ്രികൾച്ചർ ഡിഫൻസ് സെക്ടർ. ഓക്കെ, ഇവിടെ എന്തുവാ? നമുക്ക് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക. നമുക്ക് ആ സമയത്ത് ഒരുപാട് പട്ടിണിയും ഒക്കെ ഉണ്ടായി രാജ്യത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ലക്ഷ്യം വെച്ചു, അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ രാജ്യത്തെ ദാരിദ്ര്യം, പോവർട്ടി നമ്മൾ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കും. അതുപോലെ നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആകുക ഇൻ ദ അഗ്രികൾച്ചർ ആൻഡ് ഡിഫൻസ് സെക്ടർ. പ്രതിരോധ മേഖലയിലും കാർഷിക മേഖലയിലും നമ്മൾ സെൽഫ് സഫിഷ്യന്റ് ആകുക. നമ്മൾ വളരെ കേപ്പബിൾ ആകുക. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും ശരി, കൃഷി രംഗത്തെ വളർച്ചയാണെങ്കിലും ശരി, പൂർണ്ണമായിട്ട് നമ്മളുടെ കഴിവോടുകൂടി നമ്മൾ ആർജിക്കണം എന്ന് ആര് പറഞ്ഞു? ഇന്ദിരാഗാന്ധി പറഞ്ഞു. അത് തന്നെയായിരുന്നു 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഈ പോവർട്ടി അലിവിയേഷൻ എന്ന് പറയുന്ന ഒരു പൂർണ്ണമായ വലിയൊരു ലക്ഷ്യത്തോടു കൂടി ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുന്നു? ഒരു മുദ്രാവാക്യമൊക്കെ പറയുന്നുണ്ട്. ആ മുദ്രാവാക്യമാണ് ഏത്? ഗരീബി ഹഠാവോ.
ഓക്കെ, ഗരീബി ഹടാവോ, നമുക്ക് ദാരിദ്ര്യത്തെ തുടച്ചു നീക്കണം, നമുക്ക് ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യണം. അങ്ങനെ ആ പോവർട്ടി അലിവിയേഷൻ എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി, ആ ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർന്നു എന്ന് വെച്ചാൽ അത് 5ാം പദ്ധതി കാലത്താണ് എന്ന് നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പം എന്തൊക്കെയാണ്, അപ്പൊ അത് കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. 74, 79 പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ്. ഇത് പ്രിപ്പയർ ചെയ്തത് DP ധറാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് പോവർട്ടി അലിവിയേഷൻ ആൻഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ദ അഗ്രികൾച്ചർ ആൻഡ് ഡിഫൻസ് സെക്ടർ. പിന്നെ ഒരു സ്ലോഗൻ ഉണ്ട്, ഏതാണ്? ഗരീബി ഹട്ടാവോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു പദ്ധതി കൊണ്ടുവന്നു, ദ 20-day പ്രോഗ്രാം. 20 അല്ല, 20 പോയിന്റ് പ്രോഗ്രാം എന്നാണ് കേട്ടോ. ഓക്കെ, ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക്. ദ 20 പോയിന്റ് പ്രോഗ്രാം, അത് 1975 It was a scheme launched with the intention of eradicating poverty and improving the standard of living of the common man. അതായത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 പോയിന്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ദിന പദ്ധതി നമ്മൾ മലയാളത്തിൽ പറയും. 20 ദിന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20 മേഖലകൾ നമ്മൾ പിക്ക് ചെയ്തിട്ട് ആ ഭാഗം നമ്മൾ ഇംപ്രൂവ് ചെയ്യുക. അപ്പൊ നമ്മൾ അതിനകത്ത് മെയിൻ ഇന്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറാഡിക്കേറ്റിംഗ് പോവർട്ടി ആൻഡ് ഇംപ്രൂവിംഗ് ദ സ്റ്റാൻഡേർഡ് ലിവിങ് സ്റ്റാൻഡേർഡ് ഓഫ് ദ കോമൺ മാൻ. അതായത് പട്ടിണി ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ഒരു സാധാരണക്കാരന്റെ ജീവിതശൈലി, അയാളുടെ ജീവിതശൈലി അല്ലെങ്കിൽ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ് 20 പോയിന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീവിത നിലവാരത്തിനകത്ത് തന്നെ ഒരുപാട് ഫാക്ടേഴ്സ് വരും. അപ്പൊ അയാളുടെ ഫുഡ് വരും. ഇപ്പൊ ഒരു കോമൺ മാനിനെ സംബന്ധിക്കുമ്പോൾ അയാളുടെ ഭക്ഷണം, ആരോഗ്യം, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, അല്ലെ, പ്രോപ്പർ ഡ്രിങ്കിങ് വാട്ടർ, ഹൗസിങ്, ഇങ്ങനെ 20 ഇനങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് 20 ദിന പദ്ധതി എന്ന് പറയുന്നത്, 20 പോയിന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 20 പോയിന്റ് പ്രോഗ്രാം, 20 പോയിന്റ് പ്രോഗ്രാം. അപ്പൊ 20 പോയിന്റ് പ്രോഗ്രാം കൊണ്ടുവന്നാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, 20 പോയിന്റ് പ്രോഗ്രാം ഏത് വർഷം? 1975. ഓക്കെ, അടുത്താണ് ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. അതാണ് ICDS എന്ന് പറയുന്നത്. വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ 2 October 1975. ഓക്കെ, 1975 തന്നെയാണ് ICDS വരുന്നത്. അതും എന്നാണ്? October 2 ഓർത്തു വെച്ചുള്ള ഗാന്ധി ജയന്തി ദിനത്തിലാണ് ICDS എന്ന പ്രോഗ്രാം വരുന്നത്. October 2 The growth of bank deposits was highest during the 5th 5-year plan. 5ാം പദ്ധതി കാലത്ത് ബാങ്കിലെ ഡെപ്പോസിറ്റ് വളരെ ഹൈയസ്റ്റ് ആയിരുന്നു. ഒരു ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലുള്ള ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഉണ്ടായത് ഏത് പദ്ധതി കാലത്താണ്? 5ാം പദ്ധതി കാലത്താണ്. കാരണം 4ാം പദ്ധതി കാലത്ത് തകർച്ചയിലായിരുന്ന ബാങ്കുകളെ മൊത്തം നമ്മൾ ഏറ്റെടുത്ത് നാഷണലൈസ് ചെയ്തു, ഗവൺമെന്റിന്റെ ഭാഗമാക്കി. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. In the 5th 5-year plan, the rate of imports rose by what percentage? The most of the every year, 19.5. ഓക്കെ, നമുക്ക് 5ാം പദ്ധതി കാലത്ത് നമ്മുടെ രാജ്യത്തെ ഇമ്പോർട്ട് റേറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വളരെ ഹൈ ആയിരുന്നു. അത് 19.5% ആയിരുന്നു. ഓക്കെ, ദ മിനിമം നീഡ്സ് പ്രോഗ്രാം, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, അടുത്ത പദ്ധതിയാണ് മിനിമം നീഡ്സ് പ്രോഗ്രാം, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അത് 74-75. 74 മിനിമം നീഡ്സ് പ്രോഗ്രാം നടപ്പിലാക്കി. അതുപോലെ തന്നെ കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കി. അതും 74-75 കാലത്തിലാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ 20 പോയിന്റ് പ്രോഗ്രാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 75. അതുപോലെ ICDS 1975 നടപ്പിലാക്കി. അതുപോലെ യൂറിയ സബ്സിഡി, അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നു? യൂറിയ സബ്സിഡി കൊണ്ടുവന്നു. അപ്പൊ ചോദിക്കും, യൂറിയ സബ്സിഡി ഏത് വർഷമാണ് കൊണ്ടുവന്നത്? അത് 1977. ഓക്കെ, അടുത്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ്. അത് NIRD എന്ന് പറയും. NIRD വന്നു. അത് 1977 NIRD നിലവിൽ വരുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ്, NIRD. ഓക്കെ, അടുത്ത പ്രോഗ്രാമാണ് ഫുഡ് ഫോർ വർക്ക്. ഓക്കെ,
ഫുഡ് ഫോർ വർക്ക്, അതും FFW, അതും 1977 അതുപോലെ ഡിസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, ഡിസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ കൂടുതലും വരൾച്ചയെ നമ്മൾ നേരിടുന്ന പ്രദേശങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. അതാണ് ഡിസേർട്ട് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതും 77-78. ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, CADP, മിനിമം നീഡ്സ് പ്രോഗ്രാം, 20 പോയിന്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ ഫുഡ് ഫോർ വർക്ക് FFW, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ICDS. ഓക്കെ, അടുത്താണ് IRDP. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ച IRDP 1977 ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. എല്ലാ റൂറൽ ഡെവലപ്മെന്റ് ആണ്, എല്ലാ ഗ്രാമീണ പ്രദേശങ്ങളിൽ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്ന പദ്ധതികളാണ്. പിന്നെ ട്രൈസം, അടുത്ത പ്രോഗ്രാം ട്രൈസം എന്നുള്ള പ്രോഗ്രാം, അതായത് ട്രെയിനിങ് ടു റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് അറിയാം, അതായത് തൊഴിലില്ലാതെ നടക്കുന്ന യുവാക്കൾ. അപ്പൊ ഇവർക്ക് തൊഴിൽ വേണമെന്ന്, ഇവർക്ക് തൊഴിൽ വേണമെന്നുണ്ടെങ്കിൽ ആ തൊഴിൽ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കും. ഇപ്പം നമ്മുടെ നാട്ടില് ഇപ്പൊ വിദ്യാഭ്യാസം ഉണ്ടായാലും ശരി, തൊഴിലില്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്, അപ്പൊ യുവാക്കള്. ഇവർക്ക് എന്ത് ചെയ്യും, ഇവർക്ക് ആവശ്യം വേണ്ട ട്രെയിനിങ് കൊടുക്കും. ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് ആ സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുക, അവർക്ക് ആ ബിസിനസ് തുടങ്ങിയിട്ട് ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ അവരെ കേപ്പബിൾ ആക്കുക. അതിന് കൊണ്ടുവന്ന പദ്ധതിയാണ് ട്രൈസം എന്ന് പറയുന്നത്. ട്രൈസം, ട്രെയിനിങ് ടു റൂറൽ യൂത്ത്. അതായത് ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള ചെറുപ്പക്കാർക്ക് എന്ത് ചെയ്യുക, അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള എന്ത് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക. അത് ട്രൈസം, ട്രെയിനിങ് ടു റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. അതാണ് ട്രൈസം എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി സപ്ലൈ ആക്ട് കൊണ്ടുവന്നു, അമെൻഡ് ചെയ്തു. അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ഒരു പവർ ജനറേഷനകത്ത് ഇനിഷ്യേഷൻ കൊണ്ടുവന്നു. സെൻട്രൽ ഗവൺമെന്റ് തന്നെ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും വൈദ്യുതി വിതരണത്തിനുള്ള ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ സിസ്റ്റം കൊണ്ടുവന്നു. അപ്പൊ അതോടുകൂടി നമ്മുടെ രാജ്യത്ത് ഒരു പ്രോപ്പർ ഹൈവേ സംവിധാനം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, നമ്മുടെ രാജ്യത്തെ ട്രാഫിക്കിന്റെ ഒരു പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു വന്നു. പിന്നെ ടൂറിസം ഹാസ് ഡെവലപ്ഡ്. ഇത്രയായിരുന്നു 5ാം പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, 5ാം പദ്ധതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ സമയത്ത് അടിയന്തരാവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത്, പക്ഷെ എന്നിരുന്നാൽ പോലും ആ വ്യക്തമായിട്ട് ഗവൺമെന്റ് പ്രവർത്തിച്ചു, ഗവൺമെന്റ് ഒഫീഷ്യൽസ് വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു. നമുക്ക് ഇത്രയും പദ്ധതികൾ വളരെ മികച്ച രീതിയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വാസ്തവം എന്ന് പറയുന്നത്. ഇത്രയാണ് ഈ കൂട്ടത്തിൽ 5ാം പദ്ധതിയിൽ കുറെ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. ICDS, IRDP, ഫുഡ് ഫോർ വർക്ക്, ട്രൈസം, പിന്നെ അതുപോലെ തന്നെ യൂറിയ സബ്സിഡി, 20 പോയിന്റ് പ്രോഗ്രാം. ഇതെല്ലാം 74-75 കാലഘട്ടങ്ങളിൽ വന്ന പദ്ധതികളാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങളൊന്ന് എഴുതി വെച്ച് കൃത്യമായിട്ട് പഠിക്കാം. നമ്മൾ ഒറ്റ ക്ലാസ്സിൽ കേട്ട് കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ മെമ്മറി നിൽക്കത്തില്ല. ഇത് എത്രത്തോളം നമ്മൾ റിവൈസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് മെമ്മറിയിൽ നിൽക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് പഞ്ചവത്സര പദ്ധതിയാണ്. നമുക്ക് 1 മുതൽ 5 വരെയുള്ള പഞ്ചവത്സര പദ്ധതി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ ഒന്നുകൂടെ കാണുക, കണ്ടിട്ട് നോട്ട്സ് നോക്കി നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ, ഇപ്പം RRB പോലുള്ള പരീക്ഷകൾക്കും ഒക്കെ ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. എല്ലാ കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്കും പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പാണ് എക്കണോമിക്സിന്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരീക്ഷ ഫേസ് ചെയ്യുക. എല്ലാവർക്കും ഒരു സക്സസ് ഉണ്ടാകട്ടെ. ആശംസകൾ.